ഹലോ ഹലോ മക്കളെ, നമ്മൾ +2 സൊല്യൂഷൻ എന്നുള്ള ചാപ്റ്റർ ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ഡൗട്ടും അല്ലെങ്കിൽ കുറെയൊക്കെ പ്രോബ്ലം ഉണ്ട് എന്നൊക്കെ തോന്നുന്ന ഒരു ചാപ്റ്റർ ആണ് പലർക്കും. പക്ഷെ നമുക്കിത് വളരെ ഇന്ററാക്റ്റീവ് ആയിട്ട് വളരെ സുഖമായിട്ട് ഈ ചാപ്റ്റർ എങ്ങനെ പോവാന്ന് നോക്കാം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഇതിന്റെ ബേസ് തുടങ്ങി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്താണോ NCERT ടെക്സ്റ്റിൽ പറയുന്നത് അത് ബേസ് ആയിട്ട് നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. സൊല്യൂഷൻസ് എന്താണ് സൊല്യൂഷൻസ് എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടാവുമല്ലോ. ഫസ്റ്റ് അതാണ് മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക എന്താണ് സൊല്യൂഷൻ എന്നുള്ള കാര്യം. എന്താണ് സൊല്യൂഷൻ? സൊല്യൂഷൻ ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് 2 or more pure substance whose composition can be varied within certain limits. ഹോമോജീനിയസ് മിക്സ്ചർ ആയിട്ടുള്ള രണ്ടെണ്ണം എന്താണ് കൂടിച്ചേരുന്നതാണ് അല്ലേ. അപ്പോ ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട് സോൾവെന്റ് എന്നും സൊല്യൂട്ട്. എന്താണ് സോൾവെന്റ്, സൊല്യൂട്ട്? അതാണ് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഇത് വളരെ ബേസ് ആണ്. ഇതറിയാത്ത കുട്ടികൾ ഉണ്ടാവും, അറിയുന്നവരുണ്ടാകാം. നമുക്കപ്പോ ഒന്ന് പറയാം എന്താണ് എന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താണെന്നൊന്ന് പറയാം. അതായത് സോൾവെന്റ് വളരെ എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ഏതാണോ കൂടുതലുള്ളത് അതിനെ നമ്മൾ എന്ത് പറയുന്നു? സോൾവെന്റ് എന്ന് പറയുന്നു. കുറവ് ഏതാണ് അതിനെ നമ്മൾ സൊല്യൂട്ട് എന്ന് പറയുന്നു. ഇത് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ സൊല്യൂഷനായി. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ബൈനറി സൊല്യൂഷൻ എന്താണ്? A solution consists of components is called a binary solution. രണ്ട് കമ്പോണൻസ് ഉള്ള ഒരു സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൈനറി സൊല്യൂഷൻ എന്ന് പറയുന്നത്. The two components are solute and solvent. അപ്പോ കമ്പോണന്റ് പ്രസന്റ് ഇൻ എക്സസ് ഈസ് കോൾഡ് സോൾവെന്റ്. ഏതാണോ കൂടുതലുള്ളത് അതിനെയാണ് നമ്മൾ സോൾവെന്റ് എന്ന് പറയുന്നത്. ഇപ്പോ വെള്ളത്തിൽ ഉപ്പിടുകയാണെന്നുണ്ടെങ്കിൽ വെള്ളമാണ് കൂടുതലല്ല എടുക്കുന്നതെങ്കിൽ അതിനെന്ത് പറയും നമ്മൾ? സോൾവെന്റ് എന്ന് പറയും. സൊല്യൂഷൻ ഇഷ്ടം പോലെ എക്സാമ്പിൾസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ബേസ് ആയിട്ട് പഠിക്കുന്നത് എന്താണ്? ഇപ്പൊ ഷുഗർ വാട്ടർ അല്ലെങ്കിൽ സോൾട്ട് വാട്ടർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എടുക്കുകയാണ്. അതിനകത്ത് ഏതാണോ എക്സസ് ക്വാണ്ടിറ്റി അതിനെയാണ് നമ്മൾ സോൾവെന്റ് എന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി സൊല്യൂട്ട് എന്താണ്? ദ കമ്പോണന്റ് പ്രസന്റ് ഇൻ ലെസ്സർ ക്വാണ്ടിറ്റി ഈസ് കോൾഡ് സൊല്യൂട്ട്. ഈ ഒരു പിക്ചർ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ? ക്ലിയർ അല്ലേ? ഇതിനകത്ത് സൊല്യൂട്ട് പാർട്ടിക്കിൾ ഏതാണ്, സോൾവെന്റ് ഏതാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നില്ലേ? കുറച്ചല്ലേ, ചെറിയ ഡോട്ട് ഡോട്ട് ഇട്ട് കാണിച്ചിരിക്കുന്നതാണ് സൊല്യൂട്ട്. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടെ നിന്ന് ചെറിയ മാർക്കുകൾ നമുക്ക് മിസ് ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ്. ആദ്യം തന്നെ ഈ ടൈപ്പ് ഓഫ് നോക്കുക. സോളിഡ് സൊല്യൂഷൻ, ലിക്വിഡ് സൊല്യൂഷൻ, ഗേഷ്യസ് സൊല്യൂഷൻ, ഇവയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിനകത്ത് തന്നെ ശ്രദ്ധിക്കുക, ഏതാണോ കൂടുതൽ എടുക്കുന്നത് അതാണ് സോൾവെന്റ്. അതിന്റെ പേരിലാണ് സൊല്യൂഷൻ അറിയപ്പെടുന്നത്. സോളിഡ് കൂടുതലുള്ളതെല്ലാം എന്താണ്? സോളിഡ് സൊല്യൂഷൻ. ഇതിൽ നമ്മുടെ ബാക്കിയുള്ള സ്റ്റേറ്റ്സ് മാറി മാറി വരും. അതായത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ആ ഒരു ഓർഡറിൽ തന്നെ നമ്മളെ ബ്രെയിനിൽ ഫീഡ് ചെയ്യാം കേട്ടോ. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഫസ്റ്റത്തെ ഏതാണ്? സൊല്യൂട്ടും സോൾവെന്റും എന്താണ്? സോളിഡ് ആണ്. രണ്ടും സോളിഡ് ആയിട്ടുള്ളതാണ്. സൊല്യൂട്ടും സോൾവെന്റും സോളിഡ് ആണ്. അതിന് എക്സാമ്പിൾ എന്താണ്? കോപ്പർ ഡിസോൾവ് ഇൻ ഗോൾഡ്. നമുക്കറിയാം എന്താണ്? 916 കേട്ടിട്ടില്ലേ? 916 അതിലെന്താണ്? കുറച്ച് കോപ്പർ ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട് അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ആഡ് ചെയ്യുന്നത്? അതെ, നമ്മൾ ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഒടിഞ്ഞു പോകാതിരിക്കും, കുറച്ച് ബലം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 916 എന്നുള്ള ആഭരണമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് എന്തിന് എക്സാമ്പിൾ ആണ്? നമ്മൾ കെമിസ്ട്രി പഠിക്കുന്ന മക്കൾ എന്താ വിചാരിക്കേണ്ടത്? അത് സോളിഡ് സൊല്യൂഷൻ എക്സാമ്പിൾ ആണെന്നാണ് വിചാരിക്കേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത്. അടുത്തത് ഏതാണ്? ലിക്വിഡ്. സൊല്യൂട്ട് ലിക്വിഡ്, സോൾവെന്റ് എന്താണ്? സോളിഡ് ആണ്. അപ്പോ അമാൽഗം ഓഫ് മെർക്കുറി വിത്ത് സോഡിയം, അതൊരു എക്സാമ്പിൾ ആണ്. ഈ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കാം കേട്ടോ. ഈ സോളിഡ് ലിക്വിഡ് ഏതിനാണ് ഏത് എക്സാം നോക്കാം. അപ്പൊ സോളിഡ് രണ്ടും സോളിഡ് ആയിട്ട് വരുന്നത് ഏതാണ്? കോപ്പർ ഡിസോൾവ് ഇൻ ഗോൾഡ്. അതുപോലെ വരുന്ന ഒന്നാണ് ലിക്വിഡ് സോളിഡ്, അമാൽഗം ഓഫ് മെർക്കുറി വിത്ത് സോഡിയം.
പിന്നെ വരുന്നതാണ് ഗ്യാസ്. ഗ്യാസ് സൊല്യൂട്ടും സോൾവെന്റ് ഏതാണ്? സോളിഡും ആണ്. സൊല്യൂഷൻ ഓഫ് ഹൈഡ്രജൻ പലേഡിയം. നമ്മൾ അഡ്സോർപ്ഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടാവില്ലേ? അവിടെ പഠിക്കുന്നതാണ്. പലാഡിയത്തിൽ എന്താണ്? ചെറിയ പോറസ് ഉണ്ട്, അതിനകത്ത് അറ്റാച്ച് ചെയ്യുന്നു, ഹൈഡ്രജൻ മോളിക്യൂൾസ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഹൈഡ്രജൻ എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? അതൊരു ഗ്യാസ് ആണ് അല്ലേ? അത് അറ്റാച്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ആണ് നമുക്ക് എന്താണ്? ലിക്വിഡ് സൊല്യൂഷൻ. ലിക്വിഡ് സൊല്യൂഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്? സോൾവെന്റ് ലിക്വിഡ് ആണെന്ന് മനസ്സിലാവുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് പറഞ്ഞു, നേരത്തെ പറഞ്ഞ ഓർഡർ ഏതാണ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഫസ്റ്റ് സോളിഡ് ലിക്വിഡ് ഏതാണ്? ഗ്ലൂക്കോസ് ഡിസോൾവ് ഇൻ വാട്ടർ. അല്ലെങ്കിൽ നമുക്ക് ഏത് എക്സാമ്പിൾ ഇതിന് കിട്ടും അല്ലെ? നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കണ്ടുപോകുന്നതാണ്. ഒന്നില്ലെങ്കിൽ ഏതെടുക്കാം? ഷുഗർ എടുക്കാം. ഷുഗർ വാട്ടറിൽ ഡിസോൾവ് ചെയ്യിക്കാം. അതൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. അല്ലെങ്കിൽ സാൾട്ട്. അടുത്തതാണ് ലിക്വിഡ്. രണ്ട് ലിക്വിഡ് തമ്മിൽ ഡിസോൾവ് ആകുന്നത് ഏതാണ്? എത്തനോൾ ഡിസോൾവ് ഇൻ വാട്ടർ അതിനൊരു എക്സാമ്പിൾ ആണ്. ഇനി ഗ്യാസ് സൊല്യൂട്ടും ലിക്വിഡ് സോൾവെന്റും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്താണ്? ഓക്സിജൻ ഡിസോൾവ് ഇൻ വാട്ടർ. അതുപോലെ തന്നെ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ഇൻ വാട്ടർ. അതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഗ്യാസ് ലിക്വിഡ് ആയിട്ടും ഉള്ള സൊല്യൂഷൻ എക്സാമ്പിൾ ആണ്. ക്ലിയർ അല്ലേ? അടുത്തതാണ് ഗേഷ്യസ് സൊല്യൂഷൻ. ഈ ഗേഷ്യസ് സൊല്യൂഷൻ എക്സാമ്പിൾ പറയുമ്പോൾ തന്നെ എന്താ മനസ്സിലാവുന്നേ? സോൾവെന്റ് എല്ലാം ഗ്യാസ് ആണെന്ന് മനസ്സിലാവുന്നില്ലേ? അപ്പോ സോളിഡ് ഗ്യാസ് അതിനേതാണ്? ക്യാംഫർ ഇൻ നൈട്രജൻ ഗ്യാസ്. സോളിഡ് സൊല്യൂട്ട് ആയിട്ടും ഗ്യാസ് സോൾവെന്റ് ആയിട്ടും വരുന്ന ഒരു സൊല്യൂഷൻ ആണ് ക്യാംഫർ ഇൻ നൈട്രജൻ ഗ്യാസ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഗേഷ്യസ് സൊല്യൂഷൻസ് നോക്കാം. ലിക്വിഡ് സൊല്യൂട്ടും സോൾവെന്റ് ഗ്യാസുമായിട്ട് വരുന്നതാണ്. എക്സാമ്പിൾസ് ഏതാണ്? ക്ലോറോഫോം മിക്സ്ഡ് വിത്ത് നൈട്രജൻ ഗ്യാസ് അതിനൊരു എക്സാമ്പിൾ ആണ്. ലാസ്റ്റ് വരുന്നത് ഗ്യാസ് ഇൻ ഗ്യാസ്. രണ്ടും ഗ്യാസ് വരുന്നതാണ്. നമ്മുടെ അറ്റ്മോസ്ഫിയറിലൊക്കെ പറയാം. അതിനൊരു എക്സാമ്പിൾ ആണ് ഓക്സിജൻ ആൻഡ് നൈട്രജൻ മിക്സ്ചർ. ക്ലിയർ അല്ലേ? ഈ ടൈപ്പ് ഓഫ് സൊല്യൂഷൻ എന്താണ്? വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. വിത്ത് എക്സാമ്പിൾ എല്ലാവരും പഠിച്ചു വെക്കണം കേട്ടോ. ഇനി സൊല്യൂഷൻ എന്നുള്ള ചാപ്റ്ററിലെ ബേസ് ആയിട്ട് വരുന്നതാണ് കോൺസെൻട്രേഷൻ. ഈ ഒരു ചാപ്റ്ററിന്റെ മാത്രമല്ല കെമിസ്ട്രിയിൽ ത്രൂ ഔട്ട് ഇനി വരുന്ന ഫിസിക്കൽ കെമിസ്ട്രിയിൽ വരുന്നത്. സൊല്യൂഷൻ ഒരു ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്റർ ആണല്ലോ. അതുപോലെ വരുന്ന ചാപ്റ്ററിലൊക്കെ നമുക്ക് വേണ്ടി വരുന്ന ഒരു സംഭവമാണ്, ഒരു ടോപ്പിക്കാണ് കോൺസെൻട്രേഷൻ. അത് വളരെ സ്കിപ്പ് ചെയ്ത് കളയുന്നതാണെന്നുണ്ടെങ്കിലും കുട്ടികളെ നമ്മൾ മനസ്സിലാക്കി വെക്കണം എന്താണ് കോൺസെൻട്രേഷൻ എന്നും അതെങ്ങനെയൊക്കെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നതെന്നും നമ്മൾ മനസ്സിലാക്കണം. എന്താണ് കോൺസെൻട്രേഷൻ? Concentration is the amount of solute present per unit mass of solvent solution. അതെ, എത്ര സൊല്യൂട്ട് ആണ് ഒരു യൂണിറ്റ് മാസ് സോൾവെന്റിൽ ഡിസോൾവ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് കോൺസെൻട്രേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനെ പറ്റിയിട്ടാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. മെത്തേഡ്സ് ഫോർ എക്സ്പ്രസിങ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻസ്. ഈ കോൺസെൻട്രേഷൻ നമുക്ക് എന്താണ്? പല മെത്തേഡിലും നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ നമ്മൾ കെമിസ്ട്രിയിൽ ഓർഗാനിക് കെമിസ്ട്രി ആണ് പഠിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ഡയഗ്രാം വരയ്ക്കുന്നത് ഡിഫറെന്റ് ടൈപ്സ് വരയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സിൽ നമുക്ക് കോൺസെൻട്രേഷനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെയൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. മാസ് പെർസെന്റേജ് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നതാണ്. മാസ് പെർസെന്റേജ് അത് മാത്രമല്ല വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നും കൂടിയാണ് എന്ത്? മാസ് പെർസെന്റേജ് കേട്ടോ. നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദ മാസ് ഓഫ് കമ്പോണന്റ് പെർ 100 gram ഓഫ് സൊല്യൂഷൻ. എളുപ്പത്തിൽ പഠിച്ചില്ലേ നിങ്ങള്? വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെക്കാം. കൂടുതൽ ഡെഫിനിഷനും കാര്യങ്ങളും ഒന്നും ഇപ്പൊ ചിന്തിക്കേണ്ട. ഇറ്റ് ഈസ് ദ മാസ് ഓഫ് കമ്പോണന്റ് പെർ 100 gram ഓഫ് സൊല്യൂഷൻ. പെർസെന്റേജ് പറയുമ്പോൾ തന്നെ അറിയാലോ മക്കളെ, നമുക്ക് ഒരു 100 ഗ്രാമിലാണ് 100ലാണ് നമ്മൾ പറയുന്നത്. അതിനെയാണ് നമ്മൾ പെർസെന്റേജ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ കാൽക്കുലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുക? അതെ, മാസ് ഓഫ് സൊല്യൂട്ട്, എത്ര സൊല്യൂട്ട് എടുത്തു ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻടു 100. ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇനി നമുക്ക് മാസ് പെർസെന്റേജ് ഓഫ് സോൾവെന്റ് എന്താന്ന് എളുപ്പമാണ്. നേരെ
മാസ് ഓഫ് സോൾവെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. ഇനി എക്സാമ്പിൾ നോക്കിയേ. 10% glucose in water by mass means 10 gram of glucose is dissolved in 100 gram of water, resulting in a എന്താണ് 100 gram solution അല്ലെ. 10% ഗ്ലൂക്കോസ് ഇൻ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഒരു 10 gram ഗ്ലൂക്കോസ് 90 gram വാട്ടറിൽ ഡിസോൾവ് ആകുന്നു. അപ്പൊ എത്ര കിട്ടും? ടോട്ടൽ എത്ര ഉണ്ടാവും? 100 gram സൊല്യൂഷൻ കിട്ടും നമുക്ക്. ക്ലിയർ അല്ലേ? അപ്പൊ മാസ് പെർസെന്റേജ് ഫസ്റ്റത്തെ മെത്തേഡ് ആണ് മാസ് പെർസെന്റേജ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്തത് വരുന്നതാണ് വോളിയം പെർസെന്റേജ്. ഈ വോളിയം പെർസെന്റേജിൽ എന്താണ് വരുന്നത് നോക്കാം. നെക്സ്റ്റ് രണ്ടാമത്തെ കേട്ടോ വോളിയം പെർസെന്റേജ്. ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്പയർ ചെയ്ത് പഠിക്കാം. എന്താണ്? ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് കമ്പോണന്റ് ഇൻ ml present in 100 ml of solution. വോളിയം പെർസെന്റേജ് ഓഫ് സൊല്യൂട്ട്, volume of solute divided by total volume of solution into 100. ക്ലിയർ അല്ലേ? വോളിയം അതേപോലെ തന്നെയാണ് കേട്ടോ. വോളിയം പെർസെന്റേജ് ഓഫ് സോൾവെന്റ്, volume of solvent divided by total volume of solution into 100. എക്സാമ്പിൾ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10% HCl solution in water means എന്താണ് അതുകൊണ്ട് അർത്ഥാക്കുന്നത്? 10% HCl solution in water എന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? 10 ml of HCl dissolved in 90 ml water resulting 100 ml of solution. 90 ml വാട്ടറിൽ 10 ml HCl ഡിസോൾവ് ചെയ്തതിനെയാണ് നമ്മൾ 10% HCl സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മാസ് ബൈ വോളിയം പെർസെന്റേജ് എന്താണെന്ന് നോക്കാം. It is the mass of the solute dissolved in 100 ml of the solution. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. മാസ് ബൈ വോളിയം പെർസെന്റേജ് എന്ന് പറയുമ്പോൾ മാസും ഉണ്ട് വോളിയം പെർസെന്റേജ് ആണ് പറയുന്നത്. It is the mass of the solute dissolved in 100 ml of solution. അപ്പൊ നമുക്ക് അതിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. മാസ് ബൈ വോളിയം പെർസെന്റേജ് എല്ലാത്തിലും 100 ഉണ്ടെന്ന് നമുക്കറിയാം. കാരണം എന്താ? നമ്മൾ പെർസെന്റേജിലാണ് പറയുന്നത്. മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ. ആദ്യം എന്താ പറയേണ്ടത്? മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം. വോളിയത്തിലാണ് പറയേണ്ടത്. മാസ് പറയേണ്ടത് ഗ്രാം അല്ലെങ്കിൽ കിലോഗ്രാമിലാണ്. എക്സാമ്പിൾ എന്താണെന്ന് നോക്കാം. 10% മാസ് ബൈ വോളിയം സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞാൽ എന്താ വിചാരിക്കേണ്ടത് അല്ലെങ്കിൽ എന്താ മനസ്സിലാക്കേണ്ടത്? 10 gram solute is present in 100 ml. ശ്രദ്ധിക്കാത്ത കുട്ടികളെ, 100 ml സൊല്യൂഷനിൽ 10 gram ഡിസോൾവ് ചെയ്തതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 10 gram സൊല്യൂഷൻ അല്ലെ, 10% മാസ് ബൈ വോളിയം സൊല്യൂഷൻ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇനി എല്ലാവരും കേട്ടിട്ടുണ്ടാവും പാർട്സ് പെർ മില്യൺ. ബയോളജിയിലും എല്ലാം നമ്മൾ ഏതെങ്കിലും മൈക്രോ ഓർഗാനിസത്തിന്റെ അളവൊക്കെ പറയുന്നത് പാർട്സ് പെർ മില്യണിലായിരിക്കും. കെമിസ്ട്രിയിൽ നമുക്ക് പാർട്സ് പെർ മില്യൺ. പെർസെന്റേജ് മാറി അവിടെ എന്ത് വന്നു? മില്യൺ. 100 എന്ന് പറയുന്നതിനാണ് പെർസെന്റേജ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? മില്യണിലാണ് പറയുന്നതെന്ന് ആലോചിക്കാം. എളുപ്പമാണ്, ശ്രദ്ധിക്കാം. Parts per million is used when a solute is present in traces quantities. It is the number of parts of a component per million parts of the solution. അതിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് നോക്കാം. ppm അല്ലെങ്കിൽ parts per million. Mass of the component divided by mass of the solution. ഇവിടെ നോക്കി, ഇവിടെയാണ് വ്യത്യാസം വരുന്നത് കേട്ടോ. Into 10⁶ മില്യൺ അല്ലേ? മില്യൺ അല്ലേ കുട്ടികളെ? അപ്പൊ നമ്മൾ എന്താ പറയുന്നത്? 10⁶ എന്ന് പറയണം. ഇനി വളരെ ഇമ്പോർട്ടന്റ്, വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മൾ പറയേണ്ടത് കേട്ടോ. വളരെയധികം ശ്രദ്ധിക്കുക. മോൾ ഫ്രാക്ഷൻ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാ പ്രോബ്ലത്തിലും നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇൻഡയറക്ട്ലി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട സംഭവമാണ് മോൾ ഫ്രാക്ഷൻ. സൊല്യൂഷൻ എന്ന ചാപ്റ്ററിൽ നമ്മൾ ഇനി ഒരുപാട് പ്രോബ്ലംസ് ചെയ്യേണ്ട ഒരു ചാപ്റ്റർ ആണ്. ആ ഒരു ചാപ്റ്ററിൽ എന്താണ്? മോൾ ഫ്രാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒന്നുകൂടി നമുക്ക് നോക്കാം എന്താണ്.
It is the ratio of number of moles of one component to the total number of moles of present in the solution. നമുക്ക് നോക്കിയാലോ. Mole fraction of a component. Number of moles of a component divided by total number of moles of all components. ഒരു കമ്പോണന്റിന്റെ number of moles divided by total number of moles of the component. ഇതെങ്ങനെയാന്ന് നോക്കാം. ഒരു ബൈനറി മിക്സ്ചർ ആണെന്നുണ്ടെങ്കിൽ എത്ര മോൾസ് ഉണ്ടാവും? എയും ബിയും ഉണ്ടാകും അല്ലെ? എക്കും ബിക്കും NA മോൾസും NB മോൾസും ഉണ്ടാകും. നമ്പർ ഓഫ് എ കമ്പോണന്റിന് NA മോൾസും NBക്ക് NB മോൾസും ആണ് ഇവിടെ ഉണ്ടാവുന്നത്. അപ്പൊ മോൾ ഫ്രാക്ഷൻ ഓഫ് എ എങ്ങനെയായിരിക്കും? ഇത് കൈ ആണ് കേട്ടോ മക്കളെ. കൈ എങ്ങനെയാണ് നമ്മൾ എഴുതുക? ഇങ്ങനെയല്ലേ? കൈ ആണ് കേട്ടോ. കൈ ഈക്വൽ ടു കൈ എ ഈക്വൽ ടു NA divided by NA plus NB. ക്ലിയർ അല്ലേ? ഒന്ന് ചോദിക്കട്ടെ, ഇനി NA എങ്ങനെയാ കണ്ടുപിടിക്കുക? മോൾ ഫ്രാക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? പറഞ്ഞോളൂ. നമ്മൾ എന്താണ് പറയാ? ഗിവൺ മാസ് ബൈ ടോട്ടൽ അല്ലെ? ഗിവൺ മാസ് ബൈ ടോട്ടൽ മാസ് ആണ് അല്ലെ? അപ്പൊ നമുക്ക് എന്താണ് നോക്കാം. കൈ എ ഈക്വൽ ടു NA ബൈ NA പ്ലസ് NB. ഇനി മോൾ ഫ്രാക്ഷൻ ഓഫ് ബി എങ്ങനെയാണ്? NB ഡിവൈഡഡ് ബൈ NA പ്ലസ് NB. കൈ എ പ്ലസ് കൈ ബി ഈക്വൽ ടു, ഇനി രണ്ടും കൂടി ആഡ് ചെയ്യുക ടോട്ടൽ. അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 1 കിട്ടും അല്ലെ? അപ്പൊ കൈ എ പ്ലസ് കൈ ബി ഈക്വൽ ടു 1. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നേക്കാണ്. ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ബൈനറി മിക്സ്ചറിന്റെ കൈ എയും കൈ ബിയും കണ്ടുപിടിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? മോൾ ഫ്രാക്ഷൻ ഓഫ് എ കണ്ടുപിടിക്കാം. അതിനുശേഷം 1 മൈനസ് കൈ ബി അല്ലെങ്കിൽ മോൾ ഫ്രാക്ഷൻ ബി കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? കൈ എ കിട്ടും. അല്ലെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണന്റ് എ കിട്ടും. ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ബി കമ്പോണന്റിനെയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ 1 മൈനസ് മോൾ ഫ്രാക്ഷൻ ഓഫ് എ ചെയ്താലും ആൻസർ ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ബേസ് ആയിട്ട് എല്ലാത്തിനും ചോദിക്കുന്ന ഒരു പോയിന്റ് ആണ് കേട്ടോ ഇത്. എല്ലാവരും ശ്രദ്ധിക്കാം. ഇനി മൊളാരിറ്റി എല്ലാവർക്കും പഠിച്ചിട്ടുണ്ടാവുമല്ലോ. മൊളാരിറ്റി എന്താണ്? നമുക്ക് നോക്കാം, ഡിസ്കസ് ചെയ്യാം. മൊളാരിറ്റി ഈ സൊല്യൂഷൻ ഉള്ള ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് നോക്കാം എന്താണ്. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഗ്രാംസ് ഓഫ് മോൾസ് സൊല്യൂട്ട് ഡിസോൾവ് ഇൻ എ 1 liter ഓഫ് ദ സൊല്യൂഷൻ. മൊളാരിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതിന്റെ കാൽക്കുലേഷൻ എല്ലാവരും പഠിക്കാട്ടോ മക്കളെ. എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻ ലിറ്റർ. അതിന്റെ ഇക്വേഷൻ ആണ് ഇവിടെ പറയുന്നത്. മാസ് ബൈ, അപ്പൊ മൊളാരിറ്റി എന്താണ്? മാസ് പെർ ലിറ്റർ ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ഇപ്പോ if 1 gram of moles of a solute is present in 1 liter of the solution, the concentration of the solution is said to be molar. Molarity, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കാം കേട്ടോ. മൊളാരിറ്റി ഈസ് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ്. മൊളാരിറ്റി എന്താണ്? ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. ഇനി നമുക്ക് മൊളാലിറ്റി പഠിക്കാനുണ്ട്. അപ്പോ സ്ഥിരം വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് മൊളാരിറ്റി ആണോ എന്നാലോചിച്ചാൽ മതി. മൊളാരിറ്റി ആണ് കേട്ടോ. M ആണ് ഈസ് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ്. കാരണം എന്താ? ഇവിടെ വോളിയം ഉണ്ട്. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് അതിനകത്ത് ഡിഫറൻസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ്. അപ്പോ ക്ലിയർ അല്ലേ? മൊളാരിറ്റി ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. അതിന്റെ ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻ ലിറ്റർ. കാൽക്കുലേഷന്റെ വേറെ മെത്തേഡ് ഉണ്ടോ? W2 into 1000 divided by M2 into V. കണ്ടോ? നെക്സ്റ്റ് മൊളാലിറ്റി. എന്താണ് കുട്ടികളെ മൊളാലിറ്റി? ഇറ്റ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ് ഇൻ 1 kilogram of solvent. Number of moles of solute divided by mass of the solvent in kilogram. കേക്കാട്ടോ മക്കളെ, solvent in kilogram. ഇവിടെ എന്തായിരുന്നു? മൊളാരിറ്റിയിൽ എന്തായിരുന്നു? വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻ ലിറ്റർ. ആ ഡിഫറൻസ് ഒന്ന് മനസ്സിലാവും. അപ്പോ if 1 gram of molecule of a solute is present in 1 kg of solvent, the concentration of the solution is said to be 1 molar.
ക്ലിയർ അല്ലേ? അപ്പൊ ഏതാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ്? മൊളാരിറ്റി ആണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ്. മൊളാലിറ്റി is the most convenient method to express the concentration because എന്തുകൊണ്ടാണ് അത് ഒരു കൺവീനിയന്റ് മെത്തേഡ് ആയിട്ടുള്ളത്? It involves the mass of liquid rather than their volume. ലിക്വിഡിന്റെ മാസ് ആണ് ഇവിടെ എടുക്കുന്നത്, വോളിയം അല്ല. വോളിയത്തിൽ പല ചേഞ്ചസും വരാം അല്ലെ, പക്ഷെ മാസ് ആണ് കുറച്ചുകൂടി കൺവീനിയന്റ് ആയിട്ടുള്ള മെത്തേഡ്. It is also independent of variation of temperature. നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ആണ്, is independent of variation in temperature. ടെമ്പറേച്ചറിന്റെ വേരിയേഷൻ ഇതിനെ അഫക്ട് ചെയ്യുന്നില്ല, വോളിയത്തിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് മൊളാരിറ്റി ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ളത്. ഇതിങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയാനുള്ള കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ തന്നെ പഠിച്ചു പോകട്ടെ എല്ലാവരും. ഇനി നമുക്ക് നോർമാലിറ്റി എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. It is the number of grams equivalent of the solute dissolved in 1 liter of the solution. Molality, number of grams of equivalent of solute divided by volume of the solution in liters. ഇനി നോർമാലിറ്റി നോക്കാം. മാസ് പെർ ലിറ്റർ ഡിവൈഡഡ് ബൈ ഇക്വിവാലന്റ് മാസ്. നോർമാലിറ്റി കണ്ടുപിടിക്കാൻ വേറൊരു ഇക്വേഷൻ ആണ് വെയിറ്റ് ബൈ ഇക്വിവാലന്റ് വെയിറ്റ് ഇൻറ്റു 1000 ബൈ വി. ഇനി ശ്രദ്ധിക്കാം. മാസ് പെർസെൻറ്റേജ്, പാർട്സ് പെർ മില്യൺ, മോൾ ഫ്രാക്ഷൻ, മൊളാലിറ്റി ഇവയെല്ലാം തന്നെ ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആണ്. ശ്രദ്ധിക്കാം കേട്ടോ. മാസ് പെർസെൻറ്റേജ്, പാർട്സ് പെർ മില്യൺ, മോൾ ഫ്രാക്ഷൻ, മൊളാലിറ്റി ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ. ഇനി നമുക്ക് നോക്കാം. മൊളാലിറ്റി ഇസ് ദ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. മൊളാലിറ്റി എന്താണ് മക്കളെ? ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. എന്തുകൊണ്ടാണ്? നേരത്തെ നമ്മൾ പറഞ്ഞു, വോളിയം ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ ആൻഡ് മാസ് ഡസ് നോട്ട്. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഒന്ന് നോക്കാം. ഇത്രയും നേരം പഠിച്ചത് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യാന്ന് പഠിക്കണ്ടേ, അതൊന്ന് നോക്കാം കേട്ടോ. What is the weight percentage of urea solution in which 10 gram of urea is dissolved in 90 gram water? നമ്മൾ ഒന്ന് നോക്കാം. മാസ് പെർസെൻറ്റേജ് ഓഫ് യൂറിയ എങ്ങനെ കണ്ടുപിടിക്കുക? മാസ് ഓഫ് യൂറിയ ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ, പെർസെൻറ്റേജ് ആയതുകൊണ്ട് ഇൻറ്റു 100. മാസ് പെർസെൻറ്റേജ് ഓഫ് യൂറിയ നോക്കാം. മാസ് എത്രയാ പറഞ്ഞിരിക്കുന്നത്? 10 gram. 10 divided by total mass of solution. 90 gram വാട്ടർ ഉണ്ട്, 10 gram എന്തുണ്ട്? യൂറിയ ഉണ്ട്. രണ്ടും കൂടി ആഡ് ചെയ്യുക ഇൻറ്റു 1000. എന്താ കിട്ടുക? ഇത് രണ്ടും കൂടി വെട്ടിപ്പോയി കഴിഞ്ഞാൽ എത്ര ആൻസർ കിട്ടുക? 10% ആണ് ആൻസർ കിട്ടുക. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നോക്കാം. 3.65 gram of HCl gas is present in 100 ml of its active solution. What is the molarity? എന്തായിരിക്കും മൊളാരിറ്റി കാണാനുള്ളത്? വെയിറ്റ് ബൈ എം ഇൻറ്റു 1000 ബൈ വി അല്ലെ, വോളിയം. നമുക്ക് നോക്കാം എത്രയാണ്? 3.65 gram. എത്രയിലാണ്? ഇതിന്റെ മാസ് എത്രയാണ് കുട്ടികളെ? HCl, ക്ലോറിൻ 35.5, H ഹൈഡ്രജൻ 1. അപ്പൊ എത്ര കിട്ടും? 36.5 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ വി. എത്ര ml ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? 100 ml ആണ് അല്ലേ? അപ്പോ 1000 ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു 1 മോളാർ. ആൻസർ കിട്ടും അല്ലേ? ഇത് പോകും, ഇത് എത്രയാകും? 36.5 ആകും, വെട്ടിപ്പോകും. എത്ര കിട്ടും? 1 കിട്ടും. പ്രോബ്ലംസ് എല്ലാവരും ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. എല്ലാം ഓരോ പ്രോബ്ലംസ് എടുത്തിട്ട് ഒരു ഇൻട്രസ്റ്റോടുകൂടി ചെയ്യുക. എല്ലാവരും പുതിയ പ്രോബ്ലംസ് ഒക്കെ എടുത്തിട്ട് ചെയ്തു നോക്കാം. അടുത്തൊരു പ്രോബ്ലം ആണ്. കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി ഓഫ് സൊല്യൂഷൻ കണ്ടെയ്നിങ് 5 gram ഓഫ് NaOH. NaOHന്റെ ഒക്കെ എന്താണ്? മോളിക്കുലാർ മാസ് ഒക്കെ നമുക്ക് തരൂ കേട്ടോ. അറിയാത്തവര് നോക്കി വെക്കാം. അങ്ങനത്തെ ചെറിയ ചെറിയ കോമ്പൗണ്ട്സിന്റെ ഒക്കെ നോക്കി വെക്കാം. ബാക്കി ചിലത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. NaOH in 450 ml of solution. Molarity WB by MB into 1000 by V. Molarity equal to എത്രയാണ് നോക്കാം? 5 gram ആണ്. NaOHന്റെ മാസ് എത്രയാണ്?
40 ആണ്. എത്ര ml ആണ്? 450 ml വോളിയം ഉണ്ട്. അപ്പൊ ഇതെങ്ങനെ കിട്ടും? 5/40 into 1000/450. ചെയ്ത് നോക്കാട്ടോ കുട്ടികളെ, ഇതെല്ലാം വെട്ടിപ്പോകും. പിന്നെ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. എത്ര കിട്ടും? 0.278 മോൾസ് പെർ ലിറ്റർ. ഇനി ഇവിടെ യൂണിറ്റും ഇമ്പോർട്ടന്റ് ആണ്. ഏതാ വരെ ആൻസർ? മോൾസ് പെർ ലിറ്റർ. മൊളാരിറ്റി അല്ലേ കാണാൻ പറഞ്ഞിട്ടുള്ളത്? അതുകൊണ്ട് മോൾസ് പെർ ലിറ്റർ ആണ് മൊളാരിറ്റിയുടെ യൂണിറ്റ് വരുന്നത്. ഇനി നമുക്ക് നോക്കാം. കാൽക്കുലേറ്റ് ദ molality of 2.5 gram of ethanoic acid in 75 gram of benzene. എങ്ങനെയായിരിക്കും ആൻസർ വരാ? നമുക്ക് അതിന്റെ ഫോർമുല അറിയാം അല്ലെ? W അല്ലെ, വെയിറ്റ് ഇൻറ്റു ഡിവൈഡഡ് ബൈ മാസ് ഇൻറ്റു 1000/WA. ഇപ്പൊ എത്രയാണ്? 2.5 gram ഉണ്ട്. എത്രയാണ്? CH3COH നോക്കാം. അതിന്റെ എത്ര വരും? 60 വരും കേട്ടോ. അറിയാലോ കാർബണിന്റെ എത്രയാണെന്നും ഹൈഡ്രജന്റെ എത്രയാണെന്നും. അത് വെച്ചിട്ട് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കും. അപ്പൊ ആൻസർ എത്ര വരും? 0.556 മോൾസ് പെർ കിലോഗ്രാം. ആദ്യം തന്നെ എല്ലാവരും എന്താണ്, ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കണം, വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഇനി ഫൈൻഡ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ ഇൻ സൊല്യൂഷൻ കണ്ടെയ്നിങ് 20% of C2H6O2 by mass. 20% of ethylene glycol means 20 gram of ethylene glycol in 100 gram of solution. അല്ലേ? ക്ലിയർ അല്ലേ? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ മാസ് ഓഫ് ഗൈക്കോൾ എത്രയായിരിക്കും? 20 gram ആയിരിക്കും. വാട്ടറിന്റെ ഗ്യാസ് എത്രയായിരിക്കും കുട്ടികളെ? 100 minus 20 എത്രയാണ്? 80 gram. ഇനി നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്ലൈക്കോൾ എങ്ങനെയാ പറയാ? മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്ലൈക്കോൾ എന്താണ്? 20 divided by 62. നമുക്കറിയാം അല്ലെ നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാ കണ്ടുപിടിക്കുക? ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ആൻഡ് ആൻസർ 0.322 കിട്ടും കേട്ടോ. ഏകദേശം ഒന്ന് നോക്കിയാൽ മതി. 20/60 ആണെങ്കിൽ എത്ര കിട്ടും? ഒന്ന് നോക്കിയിട്ട് ഒന്ന് ചെയ്താൽ വേഗം ആൻസർ കിട്ടും. നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ ഇതുപോലെ തന്നെ കണ്ടുപിടിക്കുക. മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. വാട്ടറിന്റെ എത്രയാണ് കുട്ടികളെ മോളാർ മാസ്? 18 ആണ് അല്ലെ? H2O. അതിന്റെ ആൻസർ 4.4 m അല്ലെ? 4.44 മോൾ ആണ് കിട്ടുക. ഇനി മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ എളുപ്പല്ലേ? ഗ്ലൈക്കോളിന്റെ എങ്ങനെ കണ്ടുപിടിക്കുക? 0.322 ഡിവൈഡഡ് ബൈ ടോട്ടൽ മോൾ ഫ്രാക്ഷൻ. രണ്ടും കൂടി ആഡ് ചെയ്യാം. ആൻസർ ഏകദേശം 0.067 കിട്ടും. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു മേഖലയിലേക്ക് കടക്കാണ്. ഇത്രയും നേരം പറഞ്ഞത് എന്താണ്? ഒക്കെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ഇനിയുള്ള ചാപ്റ്റർ മനസ്സിലാവുള്ളൂ അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ എന്താണ് ബേസ് ഒക്കെ ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പഠിക്കാൻ പോകുന്നത് സോളിബിലിറ്റി. സൊല്യൂഷനിലെ മെയിൻ ആയിട്ടുള്ള വരുന്നതാണ് സോളിബിലിറ്റി. എന്താണ് സോളിബിലിറ്റി? നമുക്കൊന്ന് നോക്കാം. It's a maximum amount of substance that can be dissolved in a specified amount of solvent at a specified temperature. ഒരു സ്പെസിഫൈഡ് ടെമ്പറേച്ചർ. ഇപ്പോ റൂം ടെമ്പറേച്ചർ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ റൂം ടെമ്പറേച്ചറിൽ എത്ര എമൗണ്ട് സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യാൻ സാധിക്കും എന്നാണ് നമ്മൾ സോളിബിലിറ്റിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? നോക്കാം. സോളിബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ എ ലിക്വിഡ് എന്തായിരിക്കും പറയുന്നത് ഇവിടെ? Solubility of a solid solute in a liquid solvent depends on nature of solute and solvent. എന്തിനൊക്കെയാണ് കുട്ടികളെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ശ്രദ്ധിക്കാട്ടോ, അവിടുത്തെ ഹെഡിങ് നോക്കിയേ. സോളിബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ ലിക്വിഡ്. സോളിഡ് ഇൻ ലിക്വിഡിന്റെ കേസാണ് കേട്ടോ നമ്മൾ ഇവിടെ ഇപ്പൊ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ പറയുന്നത് ഇവിടെ? സോളിബിലിറ്റി ഓഫ് എ സോളിഡ് സൊല്യൂട്ട് ഇൻ എ ലിക്വിഡ് solvent depends on the nature of solute and the solvent. Ionic or polar compounds like NaCl, KCl, etc. dissolves in polar solvent like water. Water ഒരു പോളാർ ആണെന്നറിയാലോ. എങ്ങനെയാ വാട്ടർ പോളാർ ആവുന്നത്? എന്താണ് പോളാർ കമ്പൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്?
ഒരു കോമ്പൗണ്ടിന് എന്താണ് പാർഷ്യൽ പോസിറ്റീവും പാർഷ്യൽ നെഗറ്റീവ് ചാർജും വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് അതിനെ പോളാർ കോമ്പൗണ്ട് എന്ന് പറയും അല്ലേ? അപ്പൊ അയോണിക് പോളാർ കോമ്പൗണ്ട് ആയ NaCl KCl ഒക്കെ എന്തിൽ ഡിസോൾവ് ആവുന്നുണ്ട്? വാട്ടറിൽ ഡിസോൾവ് ആവുന്നുണ്ട്. നോൺ പോളാർ അല്ലെങ്കിൽ കോവാലന്റ് അല്ലെങ്കിൽ ഓർഗാനിക് മോളിക്യൂൾ ക്യാൻ ഡിസോൾവ് ഇൻ നോൺ പോളാർ കമ്പൗണ്ട്സ് ലൈക്ക് ബെൻസീനിലാണ് അത് ഡിസോൾവ് ആവാം. ക്ലിയർ അല്ലേ? അപ്പൊ സോളിബിലിറ്റി ഓഫ് സോളിഡ് സൊല്യൂട്ടിന് സോൾവെന്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്. അതിനകത്ത് ഡിസോൾവ് ആവുന്ന സൊല്യൂട്ടും സോൾവെന്റ് എങ്ങനെയാണെന്ന് അനുസരിച്ചായിരിക്കും അതിന്റെ സോളിബിലിറ്റി വരുന്നത്. ഇനി നോക്കാം. When a solid solute is added to the solvent, some solute dissolves and its concentration increases in solution. എന്താ കുട്ടികളെ? നമുക്കറിയാം എന്താണ്, നമ്മൾ ഒരു വാട്ടർ എടുക്കുക, അതിനകത്ത് ഉപ്പോ അല്ലെങ്കിൽ പഞ്ചസാരയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് നമ്മളിങ്ങനെ സൊല്യൂട്ട് ഇടുന്നോറും എന്താ സംഭവിക്കുന്നത്? അതിന്റെ കോൺസെൻട്രേഷൻ കൂടും അല്ലെ? ഉപ്പാണ് ഇടുന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടും, പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ മധുരം അല്ലെ? ആ ഒരു പോയിന്റ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. The ability of the solute to dissolve in a solvent known as dissolution. ശ്രദ്ധിക്കാട്ടോ, the ability of the solute to dissolve in a solvent known as dissolution. ആ ഒരു ടേം ഓർത്ത് വെക്കാം. Some solute particles in a solution collide with a solid solute particle and get separated out solution. അതിനെന്താ കുട്ടികളെ വിളിക്കുക? ക്രിസ്റ്റലൈസേഷൻ എന്നാണ് വിളിക്കുക. എന്താ സംഭവിക്കുന്നത്? ചില സൊല്യൂട്ട് പാർട്ടിക്കിൾസ് എന്താ ചെയ്യുന്നത്? അത് സോളിഡ് പാർട്ടിക്കിൾസ് ആയിട്ട് കൊളൈഡ് ചെയ്തിട്ട് എന്താണ്, അത് സൊല്യൂഷനിൽ നിന്ന് പുറത്തേക്ക് വരും. ക്ലിയർ ആണോ? നമുക്ക് നോക്കാം. A stage is reached when the two processes occurs at the same rate. അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് നടക്കുന്നത് കേട്ടോ. A stage is reached when the two processes occurs at the same rate. Under such a condition, number of solute particles going into the solution will be equal to the solute particles separating out and a state of dynamic equilibrium is reached. അതെങ്ങനെയാണ് എത്തിയത് നമുക്ക് നോക്കാം. ഒരു സൊല്യൂട്ടും സോൾവെന്റും പാർട്ടിക്കിൾസ് എന്തായിട്ട് മാറാണ്? സൊല്യൂഷനിലാണ്. ഇതൊരു ഡൈനാമിക് എക്വിലിബ്രിയത്തിലേക്ക് എത്തുകയാണ്. ഡൈനാമിക് എക്വിലിബ്രിയം എന്ന് വെച്ചാൽ അറിയില്ലേ? എക്വിലിബ്രിയത്തിൽ എത്തിയാലുള്ള അവസ്ഥ അറിയാലോ? അപ്പുറം ഇപ്പുറം ഈക്വൽ ആകാണ് അല്ലെ? ആ ഒരു റിയാക്ഷൻ റേറ്റ് ഈക്വൽ ആവാം. അണ്ടർ സച്ച് കണ്ടീഷൻ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ ഗോയിങ് ഇൻ ടു ദ സൊല്യൂഷൻ വിൽ ബി ഈക്വൽ ടു സൊല്യൂട്ട് പാർട്ടിക്കിൾ സെപ്പറേറ്റിംഗ് ഔട്ട് ഓഫ് ദ ആൻഡ് സ്റ്റേറ്റ് ഓഫ് ഡൈനാമിക് എക്വിലിബ്രിയം ഈസ് റീച്ച്ഡ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് സാച്ചുറേറ്റഡ് സൊല്യൂഷനും അൺസാച്ചുറേറ്റഡ് സൊല്യൂഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. എന്താണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഒന്ന് പറഞ്ഞു തന്നെ. A solution in which no more solute can be dissolved at the same temperature and pressure is called a saturated solution. ശ്രദ്ധിക്കാട്ടോ, ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. At the same temperature and pressure. ഒരു വാട്ടർ, ഒരു ഗ്ലാസ്സിൽ നമ്മൾ വാട്ടർ എടുക്കുകയാണ്, അതിപ്പോ റൂം ടെമ്പറേച്ചർ ആണെന്ന് വിചാരിക്കും. അതില് ഇനി ആ ഒരു സൊല്യൂഷനിൽ നമ്മൾ എത്ര ഇളക്കിയാലും അല്ലെങ്കിൽ എത്ര എന്താണ് സ്പൂണൊക്കെ ഇട്ട് നമ്മൾ ഷെയ്ക്ക് ചെയ്താലൊന്നും സംഭവിക്കില്ല. അതിനകത്ത് ഇനി ആ ഒരു സൊല്യൂട്ട് ഡിസോൾവ് ആകില്ല എന്ന് പറയുന്ന സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കുണ്ടല്ലോ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. സാച്ചുറേറ്റഡ് സൊല്യൂഷന്റെ ഓപ്പോസിറ്റ് ആയിരിക്കില്ലേ മക്കളെ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ? അപ്പൊ എന്തായിരിക്കും അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ? A solution in which more solute can be dissolved at the same temperature is called an unsaturated solution. Clear ആണോ? A solution in which more solute can be dissolved at the same temperature is called an unsaturated solution. ആ ഒരു സെയിം ടെമ്പറേച്ചറിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇനിയും നമുക്ക് ഡിസോൾവ് ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. കുറച്ചുകൂടി ഷുഗർ ആഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ്
അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. കണ്ടോ, അൺസാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ എന്താണ്, ഇനിയും കുറച്ച് സൊല്യൂട്ടിനെയും കൂടി ഡിസോൾവ് ചെയ്യിക്കാനായിട്ട് സാധിക്കും. ഇവിടെ കുറച്ചുകൂടി സ്പേസ് ഒക്കെ ബാക്കിയുണ്ട് അല്ലെ. സാച്ചുറേറ്റഡ് ആണെങ്കിൽ ഇനി ഈ ഒരു ടെമ്പറേച്ചറിലും പ്രഷറിലും നമുക്കിനി ഡിസോൾവ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി സൂപ്പർ സാച്ചുറേറ്റഡ് എന്താണ്, ഇവിടെ ക്രിസ്റ്റൽസ് ഈ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഒക്കെ കൂടി ചേർന്ന് അവിടെ ഒരു ക്രിസ്റ്റൽസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനെയാണ് നമ്മൾ സൂപ്പർ സാച്ചുറേറ്റഡ് എന്ന് പറയുന്നത്. മക്കളെ, ഇവിടെ നമ്മൾ എന്താണ്, എന്തുകൊണ്ടാണ് ടെമ്പറേച്ചറും പ്രഷറും സെയിം ആയിട്ടുള്ള ഒരു കണ്ടീഷൻ പറയുന്നത്? നമുക്കറിയാം ചില ടൈമില് നമ്മുടെ വാട്ടർ ഒക്കെ കുറച്ചുകൂടി ഹീറ്റ് ആക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി സൊല്യൂട്ട് ഒക്കെ ഡിസോൾവ് ആക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ടെമ്പറേച്ചറിന് അവിടെ പ്രത്യേകത ഉള്ളത്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് അതിന്റെ ഇമ്പോർട്ടൻസ് അവിടെ. ക്ലിയർ അല്ലേ? ഇനി വരുന്ന ഒരു ടോപ്പിക്കാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സോലുബിലിറ്റി. സോലുബിലിറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റത്തേതാണ് നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്. നമ്മൾ ആദ്യം തുടക്കത്തിലേ പറഞ്ഞു, സൊല്യൂട്ടിന്റെ അല്ലെങ്കിൽ സോൾവെന്റിന്റെയും നേച്ചർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? സോലുബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. സ്ട്രോങ് സൊല്യൂട്ട് solvent attractions increase the solubility, while weak solute solvent attractions decrease the solubility. ഈ തമ്മിൽ ചേർക്കുന്ന പാർട്ടിക്കിൾസ്, ഈ സൊല്യൂട്ടും സോൾവെന്റും തമ്മിൽ ഒരു അട്രാക്ഷൻ വേണ്ട കുട്ടികളെ, എന്നാലല്ലേ അവ സോൾബിൾ ആവുള്ളൂ. അതുകൊണ്ടാണ് നല്ല അട്രാക്ഷൻ ഉള്ള സൊല്യൂട്ടും സോൾവെന്റും ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്ത് പറ്റും? സോൾബിൾ ആകും. അപ്പൊ എന്ത് പറ്റും? സോളിബിലിറ്റി ഇൻക്രീസ് ചെയ്യും. എന്നാൽ അത്ര നല്ല കൂട്ടല്ല. നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി, രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ അവര് വ്യത്യസ്ത സ്വഭാവമാണ്, നമുക്ക് നമ്മുടെ വൈബിലുള്ള അല്ലെ, ഇപ്പൊ നമ്മൾ അങ്ങനെയൊക്കെയാണ് പറയാ, നമ്മുടെ വൈബിലുള്ള ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ അല്ലേ നമ്മൾ പെട്ടെന്ന് കൂട്ടാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എന്താ, നമ്മൾ കുറച്ചൊക്കെ പഠിച്ച് നമ്മൾ വ്യത്യസ്ത സ്വഭാവമുള്ളവരാണ് എല്ലാവരും. അപ്പൊ എന്താണ്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സൊല്യൂട്ട് സോൾവെന്റ് അട്രാക്ഷൻ ഇൻക്രീസസ് the solubility, while weak solute solvent attractions decrease the solubility. ഇനി നോക്കാം. Polar solute tend to dissolve best in polar solvents, while non-polar solutes tend to dissolve best in non-polar solvents. Clear ആണോ? മക്കളെ, നമ്മളൊരു സ്ഥലത്തെത്തി, നമ്മളിപ്പോ മലയാളികളും ഹിന്ദിക്കാരും ഒക്കെ ഉണ്ട്. നമ്മൾ എവിടേക്കാണ് ആദ്യം ആരോടാ പോയി മിണ്ടാ? നമ്മുടെ ഭാഷ സംസാരിക്കുന്നവരോടായിരിക്കൂലേ, അല്ലെങ്കിൽ നമ്മൾക്കറിയാവുന്ന അല്ലെങ്കിൽ നമ്മുടെ നേച്ചറുള്ളവരോടായിരിക്കൂലേ നമ്മൾ ആദ്യം പോയി മിണ്ടാ? അത് തന്നെയാണ് ഇവിടെ. പോളാർ സൊല്യൂട്ട് ടെൻഡ് ടു ഡിസോൾവ് ഇൻ ബെസ്റ്റ് പോളാർ സോൾവെന്റ്സ്, വൈൽ നോൺ പോളാർ സൊല്യൂട്ട് ടെൻഡ് ടു ഡിസോൾവ് ഇൻ ബെസ്റ്റ് ഇൻ നോൺ പോളാർ സോൾവെന്റ്സ്. പോളാറ് പോളാറിലേക്കും പോകും, നോൺ പോളാർ സോൾവെന്റ്സിലേക്കും പോകും എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താണ്, ചിലത് എന്താണ് കൂടി ഡിസോൾവ് ആകും. ഇൻ എ നിയർലി സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ദ ഡിസൊല്യൂഷൻ പ്രോസസ് ഈസ് എൻഡോതെർമിക്. മക്കൾ, എന്താണ് എൻഡോതെർമിക്കും എക്സോതെർമിക്കും? എക്സോ പുറത്തേക്ക് വിടുക, ടെമ്പറേച്ചർ പുറത്തു വരുന്നതിനാണ് നമ്മൾ എക്സോതെർമിക് എന്ന് പറയുന്നത് അല്ലെ. എൻഡോതെർമിക്കോ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്നതിനാണ്. നോക്കാം. നിയർലി സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ദ ഡിസൊല്യൂഷൻ പ്രോസസ് എൻഡോതെർമിക്. ദ സോലുബിലിറ്റി ഷുഡ് ബി വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ. എന്താണ് ഇവിടെ? ടെമ്പറേച്ചർ കൂട്ടുംതോറും സോളുബിലിറ്റി കൂടും. ഇനി പ്രോസസ് ഒരു എക്സോതെർമിക് ആണെങ്കിൽ സോലുബിലിറ്റി ഷുഡ് ഡിക്രീസസ്. നെക്സ്റ്റ്, സോലുബിലിറ്റി ഓഫ് ഗ്യാസസ് ഇൻ ലിക്വിഡ് ഡിക്രീസസ് വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ. ഇനി ഗ്യാസ് ഇൻ ലിക്വിഡ് നമ്മൾ ടൈപ്പിൽ പഠിച്ചു അല്ലെ, കുറെ ടൈപ്പ് പഠിച്ചില്ലേ, അതിനകത്ത് വരുന്നതല്ലേ ഗ്യാസ് ഇൻ ലിക്വിഡ്. അപ്പോൾ ഡിക്രീസസ് വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ. ഗ്യാസസിന്റെ ടെമ്പറേച്ചർ, ഗ്യാസസ് ഇൻ ലിക്വിഡ് സൊല്യൂഷനിൽ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? സോൾബിലിറ്റിക്ക് എന്ത് സംഭവിക്കും? കുറയും. സോൾബിലിറ്റി ഡിക്രീസസ് വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ. ഒന്ന് ആലോചിച്ചാൽ മതി, നമ്മള് ചൂടാക്കുമ്പോഴേക്ക് അത് ആ ബോണ്ടൊക്കെ കുറച്ച് വീക്ക് ആകും. അപ്പൊ അതിന്റെ സോൾബിലിറ്റി കുറയും. ഗ്യാസസ് ഇൻ ലിക്വിഡ്.
When dissolved, gas molecules are present in liquid phase and the process of dissolution is an exothermic process. നമ്മളിവിടെ പറഞ്ഞു exothermic process ആണെങ്കിൽ solubility decreases. Therefore, the solubility should decreases with the increase in temperature. ഇനി വരുന്ന ഒരു പോയിന്റ് ആണ് പ്രഷർ. മൂന്നാമത്തെ ആണ് എന്ത്? പ്രഷർ. ഇപ്പൊ നമ്മൾ എത്ര ഡിസ്കസ് ചെയ്തു? ടെമ്പറേച്ചർ, അതുപോലെ തന്നെ നേച്ചർ ഓഫ് സൊല്യൂട്ട് അല്ലെ, നേച്ചർ ഓഫ് സോല്യൂട്ട് ആൻഡ് സോൾവെന്റ്, ടെമ്പറേച്ചർ, പ്രഷർ. Pressure does not have any significant effect in solubility of solid in liquid. Solid in liquid എന്താണ്? പ്രഷറിന് അങ്ങനെ വലിയ റോളൊന്നുമില്ല. ബിക്കോസ് എന്താ കാരണം? എന്താ റോൾ ഇല്ലാത്തതിന്റെ? സോളിഡ് ആൻഡ് ലിക്വിഡ് ആർ ഹൈലി ഇൻകംപ്രസിബിൾ. പ്രഷർ കൂടുമ്പോ നമുക്ക് എന്താണ്? കൂടുമ്പോൾ കുറയ്ക്കുമ്പോ എന്ത് സംഭവിക്കുന്നുണ്ട്? കംപ്രസ് ചെയ്യാനൊക്കെ സാധിക്കും അല്ലെ, പ്രഷർ കൊടുക്കുമ്പോ. പക്ഷെ സോളിഡ് ലിക്വിഡ് അങ്ങനെ ഹൈലി ഇൻകംപ്രസിബിൾ ആണ്. പ്രാക്ടിക്കലി റിമെയിൻ അൺഅഫക്റ്റഡ് ബൈ ചേഞ്ചസ് ഇൻ പ്രഷർ. ക്ലിയർ അല്ലേ? പ്രഷർ എന്തുകൊണ്ട് അഫക്ട് ചെയ്യാത്തത്, അല്ലെങ്കിൽ എന്ത് സംഭവം മനസ്സിലായില്ലേ? നെക്സ്റ്റ്, ഇനി ഉണ്ടല്ലോ ഇതിന്റെയൊക്കെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇവിടെ ചോദിക്കാൻ പോകുന്നത്. നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങളിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ ലെവലാണ്. അക്യൂട്ടിക് ലൈഫ് ഈസ് മോർ കംഫർട്ടബിൾ ഇൻ കോൾഡ് വാട്ടർ ദാൻ വാം വാട്ടർ. എന്തുകൊണ്ടാണ്? നമ്മുടെ NCERT ടെക്സ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ വെറുതെ ഫാക്ട് പഠിച്ചു വെക്കുക മാത്രമല്ല, അതെങ്ങനെയാണ് ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റിൽ നടക്കുന്നതെന്നും കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെ. അല്ലാണ്ട് വെറുതെ സോളിബിലിറ്റി എന്താന്ന് പഠിച്ചിരുന്നിട്ടോ അതിന്റെ യൂസ് എന്താന്ന് നമുക്ക് അറിയണ്ടേ. അപ്പോ അക്യൂട്ടിക് ലൈഫില് കുറച്ചുകൂടി കോൾഡ് വാട്ടറിലല്ലേ മക്കളെ? നമ്മൾ ഫിഷ് ടാങ്ക് ഒക്കെ ചൂടുവെള്ളത്തിലാണോ നമ്മൾ ഇട്ട് വെക്കുന്നത്? അല്ലല്ലോ. മീനൊക്കെ നമ്മൾ എന്താണ്? കോൾഡ് വാട്ടർ ആണ് അല്ലെ. ചൂട് വാട്ടറിൽ എന്താണ്? ഐറ്റങ്ങൾ അങ്ങനെ വളരാനായിട്ട് ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ വളരില്ല അല്ലെ. അതിന്റെ കാരണം എന്താ? ഇനി അക്വേറിയത്തിൽ കൊണ്ട് ചൂടുള്ളൊന്നും ഒഴിച്ച് നോക്കണ്ട കേട്ടോ. മീനൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല. നമുക്ക് നോക്കാം. കാരണം എന്താണ്? ടെമ്പറേച്ചർ ഈസ് ലോ, സോളിബിലിറ്റി വിൽ ഹൈ. നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചർ കൂടുമ്പോൾ സോളിബിലിറ്റി കുറയുന്നു പറഞ്ഞു ലിക്വിഡിന്റെ കേസിൽ അല്ലെ. ഗ്യാസസ് ഇൻ ലിക്വിഡിന്റെ കേസസിൽ ഇവിടെ എന്താണ്? ടെമ്പറേച്ചർ കുറയുമ്പോ സോളിബിലിറ്റി കൂടും. അപ്പൊ എന്താ സംഭവിക്കുക? കോൾഡ് വാട്ടർ കണ്ടെയ്ൻസ് മോർ ഡിസോൾഡ് ഓക്സിജൻ ദാൻ വാം വാട്ടർ. ഇപ്പൊ പോൺസ്, കുളത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഡിസോൾഡ് ഓക്സിജൻ കൂടുതൽ വേണ്ടേ മക്കളെ? നമുക്ക് മാത്രമല്ലല്ലോ, എല്ലാവർക്കും ഓക്സിജൻ വേണ്ടേ? ഫിഷിനൊക്കെ അല്ലെങ്കിൽ അക്വാട്ടിക് ലൈഫിനും ഓക്സിജൻ വേണം. ആ ഓക്സിജൻ കിട്ടേണ്ടത് എങ്ങനെയായിരിക്കും? ടെമ്പറേച്ചർ കുറഞ്ഞ വാട്ടറിലായിരിക്കും ഒരുപാട് ഓക്സിജൻ ഡിസോൾവ് ആകാം. അതുകൊണ്ടാണ് എന്താണ്? അക്വാട്ടിക് ലൈഫ് ഈസ് മോർ കംഫർട്ടബിൾ ഇൻ കോൾഡ് വാട്ടർ എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ ആണോ? നമ്മളിപ്പോ പറഞ്ഞ കാര്യത്തിന്റെ ആപ്ലിക്കേഷൻ ലെവലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യേണ്ടത്. അപ്പോ എന്താ? സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ്, അതല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് ആണ് നമ്മളിപ്പോ എടുത്തത്. അതിന്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. കോൺസെൻട്രേഷൻ ടേംസ് പറഞ്ഞു, അതിന്റെ കാൽക്കുലേഷൻസ് ഒക്കെ പഠിച്ചു. അതിനകത്ത് മോൾ ഫ്രാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെയാ കണ്ടുപിടിക്കണേന്നും മോൾ ഫ്രാക്ഷൻ A പ്ലസ് മോൾ ഫ്രാക്ഷൻ B ഈക്വൽ ടു 1, ആ ഒരു ടേം ഒക്കെ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. ഒരുപാട് ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താണ്? ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. നമുക്ക് അതൊക്കെ ചെയ്യാനുണ്ട്. ക്ലിയർ ആണോ? അക്വാട്ടിക് ലൈഫ് ഈസ് മോർ കംഫർട്ടബിൾ ഇൻ കോൾഡ് വാട്ടർ ദാൻ വാം വാട്ടർ. അതിന്റെ കാരണം മനസ്സിലായില്ലേ? നമ്മൾ ഇത്രയും നേരം പറഞ്ഞ സോളിബിലിറ്റിയുടെ ഫാക്ടേഴ്സ്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് അഫക്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്. നേച്ചർ ഓഫ് സൊല്യൂട്ടും സോൾവെന്റ് എങ്ങനെയാ വരുന്നത്? സൊല്യൂട്ടും സോൾവെന്റും തമ്മിൽ നല്ലൊരു ബോണ്ടിലാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവർ തമ്മിൽ നല്ല അട്രാക്ഷൻ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? സോളിബിലിറ്റി കൂടും. അവ നല്ല ചേലല്ലാന്നുണ്ടെങ്കിൽ ഡിസോൾവ് ചെയ്യിക്കാൻ പാടായിരിക്കില്ലേ? അതുകൊണ്ട് സോളിബിലിറ്റി അവിടെ കുറവായിരിക്കും. അതുപോലെ പോളാർ സൊല്യൂട്ട് ഏതിലേക്കാണ് പോകുന്നത്? പോളാർ സോൾവെന്റിലേക്കാണ് പോകുന്നത്.
നോൺ പോളാർ സൊല്യൂട്ട് എവിടേക്കാണ് പോകുന്നത്? നോൺ പോളാർ സോൾവെന്റിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം, നമുക്ക് നമ്മുടേതായ ഭാഷ സംസാരിക്കുന്ന ആളുടെ അടുത്തേക്കാണ് അല്ലെ, മലയാളികൾ ഉണ്ടെങ്കിൽ മലയാളികളുടെ അടുത്തായിരിക്കും നമ്മൾ ആദ്യം പോവുക, അവരായിട്ടായിരിക്കും നമ്മൾ ആദ്യം സിങ്കാവുക. അത്ര അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. എല്ലാം പഠിക്കുമ്പോൾ അങ്ങനെ ലിങ്ക് ചെയ്തൊന്ന് ഓർത്ത് വെക്കാൻ ശ്രമിക്കുക കേട്ടോ എല്ലാവരും. നെക്സ്റ്റ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിന്റെ കേസ് എൻഡോതെർമിക്കിലൊക്കെ എങ്ങനെയാണ് ആ റിയാക്ഷൻ വെച്ചിട്ടുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഗ്യാസസിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു, ഗ്യാസസ് ഇൻ ലിക്വിഡിന്റെ കേസിലുള്ള എക്സാമ്പിൾ ആണ് അക്യോട്ടിക് ലൈഫ്. ആലോചിക്കുക, എന്താ സംഭവിക്കുന്നത്? ടെമ്പറേച്ചർ കുറയുമ്പോൾ സൊല്യൂഷന്റെ സോളിബിലിറ്റി കൂടും. അപ്പോൾ കോൾഡ് വാട്ടറിലാണ് ഒരുപാട് ഓക്സിജൻ ഡിസോൾവ് ചെയ്യുക. ക്ലിയർ അല്ലേ ആ പോയിന്റ് എല്ലാം? സാച്ചുറേറ്റഡ് സൊല്യൂഷനും അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്താണെന്നുള്ളതൊക്കെ ക്ലിയർ ആയില്ലേ? ക്രിസ്റ്റലൈസേഷൻ എന്താണ് കുട്ടികളെ? solute particle in a solution collide with solid particles and get separated out of the solution. Particles ഒക്കെ കൂട്ടിയിടിച്ച് അതൊരു ക്രിസ്റ്റലിന്റെ രൂപത്തിൽ ഇങ്ങനെ സൊല്യൂഷനിൽ ഡിസോൾവ് ആകാതെ കിടക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രിസ്റ്റലൈസേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോ സോളിബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ ലിക്വിഡ് പഠിച്ചു. ഇനി ചാപ്റ്ററിൽ എന്താണ് മെയിൻ ആയിട്ടുള്ള ലോകളും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യണം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കണം. കോൺസെൻട്രേഷന്റെ ടേംസ്, അതിന്റെ പ്രോബ്ലംസ് എല്ലാം തന്നെ നമ്മൾ ചെയ്ത് നോക്കണം. ഫൈൻഡ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് എത്തിലീൻ ഗ്ലൈക്കോളിന്റെ പ്രോബ്ലം നമ്മൾ പറഞ്ഞു. ഇവിടെ എന്താണ്? മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനാണ്. ഡയറക്റ്റ് മോൾ ഫ്രാക്ഷൻ ചോദിക്കുമ്പോൾ ഉള്ളത് കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? മാസ് ഓഫ് ഗ്ലൈക്കോള് അല്ലെങ്കിൽ ഗ്ലൈക്കോള് വാട്ടറിന്റെ മാസ് ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് വേണം എന്ത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ, അതെ, മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ. ക്ലിയർ അല്ലേ? അപ്പോ ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ടേംസ് ഏതൊക്കെയായിരിക്കുള്ളൂ? മാസ് പെർസെൻറ്റേജ്, പാർട്സ് പെർ മില്യൺ, മോൾ ഫ്രാക്ഷൻ, മൊളാലിറ്റി എല്ലാം തന്നെ എന്താണ്? ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കാരണം എന്താണ്? ഇതൊക്കെ മാസ് ആണ് അല്ലേ? മാസ് വരുമ്പോ എന്താണ് കുട്ടികളെ? അവിടെ ടെമ്പറേച്ചർ കൂടുമ്പോൾ അവിടെ വ്യത്യാസമൊന്നും കാര്യമായിട്ട് വരില്ല അതിന്റെ മാസിൽ. അതുകൊണ്ടാണ് അവയെല്ലാം ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി മൊളാലിറ്റി പക്ഷെ എന്താണ്? ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. കാരണം അതിന്റെ വോളിയത്തിനെ ടെമ്പറേച്ചറും ഡിപ്പെൻഡ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? നോർമാലിറ്റി നമ്മൾ പറഞ്ഞു, അതിന്റെ ഇക്വേഷൻ പഠിക്കാട്ടോ. വെയിറ്റ് ഡിവൈഡഡ് ബൈ ഇക്വാലന്റ് വെയിറ്റ് ഇൻറ്റു 1000 ബൈ വി ml. വോളിയം ഒക്കെ കണ്ടുപിടിച്ചിട്ട് അല്ലെ, വോളിയം ഒക്കെ തന്നിട്ടുണ്ടാവും, തരാത്ത കേസിൽ നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ. അപ്പോ ആ ഒരു ടേം ഇവിടെ പറഞ്ഞ കാര്യത്തിൽ മൊളാരിറ്റിയുടെ ഇക്വേഷൻ ഒക്കെ പഠിക്കാട്ടോ. മൊളാരിറ്റി ആണോ മൊളാലിറ്റി ആണോ ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് എന്ന് ചോദിച്ചാൽ മറക്കരുത്. ഡിപ്പെൻഡന്റ് എന്താണ്? മൊളാരിറ്റി. ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ്. മൊളാലിറ്റി എന്താണ്? ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ. ക്ലിയർ അല്ലേ? മോൾ ഫ്രാക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്, അത് നന്നായിട്ട് ഡിസ്കസ് ചെയ്യുക, പഠിക്കുക. ഇനി വരുന്ന എല്ലാത്തിലും നമുക്ക് എന്ത് ആവശ്യമുണ്ട്? മോൾ ഫ്രാക്ഷൻ ആവശ്യമുണ്ട്. ആദ്യം എന്തിന്റെ? ഒരു കമ്പോണന്റിന്റെ നമ്പർ ഓഫ് മോൾസ് ആയിരിക്കും നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മിക്ക കേസുകളിലും നമുക്ക് അത് കണ്ടുപിടിക്കേണ്ടി വരും. ഗിവൺ മാസ് ബൈ എന്തായിരിക്കും? മോളിക്കുലാർ മാസ് ആണ് മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കേണ്ടത്. ഈ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് മോൾ ഫ്രാക്ഷൻ ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പൊ ആ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് എല്ലാവരും നോക്കാട്ടോ. പാർട്സ് പെർ മില്യൺ അറിയാം. മാസ് ഓഫ് കമ്പോണന്റ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 10⁶. പാർട്സ് പെർ മില്യൺ. അതുകൊണ്ടാണ് പാർട്സ് പെർ മില്യൺ എന്ന് നമ്മൾ പറയുന്നത്.
മാസ് ബൈ വോളിയം പെർസെന്റേജ് എന്താ വരുന്നത്? മാസ് ഓഫ് ദ സൊല്യൂട്ട് ഡിസോൾവ് ഇൻ 100 ml of solution. Mass by volume percentage divided by mass of solute divided by total volume of solution into 100. അപ്പൊ മാസ് ബൈ വോളിയം പെർസെന്റേജ് മനസ്സിലായല്ലോ. ഇവിടെ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ. അതുകൊണ്ടാണ് വോളിയം പെർസെന്റേജ് എന്ന് പറയുന്നത്. ആ വ്യത്യാസം ഇതാണ് ഇതിനകത്ത് കുറച്ച് വ്യത്യാസമുള്ളൊരു ടൈം. അതുകൊണ്ടാണ് അത് വീണ്ടും പറയുന്നത് കേട്ടോ. മനസ്സിലാക്കി വെക്കുക. ഇവിടെ വരുന്ന കാൽക്കുലേഷന് മനസ്സിലാക്കാം. 10% മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 gram സൊല്യൂട്ട് ഇൻ 100 ml സൊല്യൂഷൻ ആണെന്ന് മനസ്സിലാക്കാം. വോളിയം പെർസെന്റേജ് എന്താന്ന് നോക്കാം. എന്തായിരുന്നു വോളിയം പെർസെന്റേജ്? ഇത് എളുപ്പമാണ്. വോളിയം ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100. ക്ലിയർ ആയോ? ഇനി മാസ് പെർസെന്റേജ് എന്താ നോക്കിയാലോ. മാസ് പെർസെന്റേജ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. ഇതൊന്നും ആരും തെറ്റിക്കരുത് കേട്ടോ. പെട്ടെന്ന് ചെയ്യാൻ കിട്ടണം. ഇവിടുത്തെ കാര്യം മനസ്സിലാക്കാം. 10% ഗ്ലൂക്കോസ് ആകുമ്പോൾ 10 gram ഗ്ലൂക്കോസും 90 gram വാട്ടറും ആണ് നമ്മൾ എടുക്കുന്നത്. റിസൾട്ട് എന്താണ്? 100 gram സൊല്യൂഷൻ. അപ്പൊ കോൺസെൻട്രേഷൻ എന്താണെന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അടുത്ത സെക്ഷനിൽ എന്താണ്? കൂടുതൽ സോളിബിലിറ്റിയുടെ കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടാവുക. അപ്പൊ സോളിബിലിറ്റിയുടെ ഇന്ന് പറഞ്ഞ പോലെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് നോക്കി വരാം. ഏതൊക്കെ ഫാക്ടേഴ്സ് ആയിരുന്നു? നേച്ചർ ഓഫ് സൊല്യൂട്ട് സോൾവെന്റ്, ടെമ്പറേച്ചർ, പ്രഷർ, പിന്നെ ഏതായിരുന്നു? അപ്പോ അക്യോട്ടിക് ലൈഫ് എന്തുകൊണ്ടാണ് മോർ കംഫർട്ടബിൾ ഇൻ കോൾഡ് വാട്ടർ എന്ന് നമ്മൾ പഠിച്ചു. അതിനുള്ള കാരണങ്ങൾ പഠിച്ചു. എന്തായിരുന്നു കാര്യം? ടെമ്പറേച്ചർ ഈസ് ലോ ആകുമ്പോൾ സോളിബിലിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും. കോൾഡ് വാട്ടറിൽ എന്തായിരിക്കും? ഡിസോൾഡ് ഓക്സിജൻ ദാൻ വാം വാട്ടർ. അതുകൊണ്ടായിരിക്കും. കാര്യം മനസ്സിലായല്ലോ. അപ്പൊ ഇന്നത്തെ സെക്ഷൻ നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. നമ്മളപ്പോ ഇന്ന് പഠിച്ച സൊല്യൂഷനിലെ ചാപ്റ്റർ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ബേസ് ആണ്. നന്നായിട്ട് പഠിച്ചിട്ട് വരാം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ നമുക്ക് അടുത്ത സെക്ഷൻസ് പോകാം. NCERT ബേസ് ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് തീർക്കണം കേട്ടോ ഈ ചാപ്റ്റർ. ഇനി ഒരു ഡൗട്ട് ഇല്ലാതെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിൽ സൊല്യൂഷൻ എന്നുള്ള ചാപ്റ്റർ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പൊ എല്ലാവരും പഠിച്ചിട്ട് വരാം കേട്ടോ. താങ്ക് യു.